ഇന്ന് അതായത് ഒരു ക്രിയേറ്റർ ആയതിനു ശേഷം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു ആഗ്രഹം കൂടിയാണ് സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളത്. എന്റെ പൊന്നു ചങ്ങാതി, വല്ലപ്പോഴും ഞാനൊരു സിനിമ കാണുന്നതാ, അതില്ലാതാക്കല്ലേ. അതിന് ടെൻഷൻ ഉണ്ടോടാ? എനിക്ക് ടെൻഷൻ ഇല്ല, ഭയങ്കര എക്സൈറ്റ്മെന്റ്. ഇരിക്കാൻ പറ്റുന്നില്ല, നടക്കാൻ പറ്റില്ല, അങ്ങനെ ഒരു സ്വാഭാവികം. പറയാൻ വാക്കുകളില്ല. റിയലി അമേസിംഗ്, അമേസിംഗ് എന്ന് പറഞ്ഞാൽ അമേസിംഗ്. അപ്പോൾ എന്തായാലും എല്ലാവരും നല്ലപോലെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടു നോക്കാം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. എന്തായാലും നിങ്ങൾ ലാസ്റ്റ് സിനിമ കണ്ടിറങ്ങുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളൊരു ഹാപ്പി ആയിട്ടായിരിക്കും, നിങ്ങൾ ചെറിയ രോമാഞ്ചം. അതെ, അങ്ങനെ നിങ്ങൾ എന്തായാലും ഇറങ്ങത്തുള്ളൂ. ഇത് ഹൊറർ കോമഡിയാണ്. അപ്പൊ അതാണ് ഇവര് പരിപാടി ചെയ്ത് വെക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ ഇതില് കോമഡി മുഴുവൻ ഹൊററും, ഹൊറർ മുഴുവൻ കോമഡിയും ആയിപ്പോയി എന്നുള്ളതാണ്. ഇതിന്റെ പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് കംപ്ലീറ്റ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അമാച്വറിഷ് ആക്ടിങ്. അതായത് അഭിനയിക്കാൻ അറിയില്ല. എന്താ ഉറക്കം വരുന്നു. ആദ്യത്തെ സിനിമയാണ്, മനസ്സിലാക്കാം. പക്ഷെ എന്നാലും ഇത് നമ്മള് റീൽസ് ഇട്ടിട്ട് പിന്നെ ഷെയറും കമന്റ്സും വാങ്ങിക്കുമ്പോഴല്ലോ, ഇത് വലിയ സ്ക്രീനല്ലേ. ഇടാ, റേപ്പ് ചെയ്യപ്പെട്ട പെങ്ങളെ നോക്കി ഇങ്ങനെ കാണിക്കുന്നതാണാ ദുഃഖം. അങ്ങനെയൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. കാണിച്ചു. ഇത് 4Kയിലും ഒക്കെ ആൾക്കാർ വലിയ സ്ക്രീനിൽ കാണുമല്ലേ നിങ്ങളെ ക്ലോസപ്പും നിങ്ങളെ ഫേസും എക്സ്പ്രഷൻസും അഭിനയമൊക്കെ. അപ്പൊ എക്സ്പോസ്ഡ് ആവും, സ്വാഭാവികം. അന്യനായിട്ട് തന്നെ അപമാനിക്കരുത്. അല്ലെങ്കിൽ ജെന്യൂൻലി, നാച്ചുറലി, ഓർഗാനിക്കലി അത്രയും കഴിവാണ്. ഇല്ലെങ്കിൽ നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്ന്. അഖിലെന്നാർഡി എന്റെ പൊന്നോ, ആദ്യത്തെ ഒരു 3/4 മണിക്കൂർ അത്രയും സമയം ആസഹിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്ക്രീനിൽ നോക്കാൻ തോന്നൂല. പൂവർ മേക്കിംഗ് ആണ്, പൂവർ സ്ക്രിപ്റ്റ് ആണ്, പൂവർ ഡയലോഗ്സ് ആണ്, എല്ലാം ശരി തന്നെ. പക്ഷെ അതിനെ പോറസ്റ്റ് ആക്കുന്ന തരത്തിലുള്ള പെർഫോമൻസ് അതില് നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. ഞാൻ പറയാം, റിപ്പീറ്റ് അഖിലെന്നാർഡിയുടെ ചില ചേഷ്ടകള് എന്റെ പൊന്നോ, ഫുഡ് ആ തേണ്ടി തൊലി ഇരിക്കുകയാണ് ഉത്തമ. ഒന്നാമത് മിമിക്രിക്കാരെ കൊണ്ട് ഭയങ്കര ശല്യമായിരുന്നു കുറെ കാലമായിട്ട്. അഖിലെന്നാർഡിയൊക്കെ ഇപ്പോഴത്തെ പിള്ളേരുടെ റെപ്രസെന്റ് ചെയ്യുമല്ലേ. എന്നിട്ട് ഇവര് പിന്നെ സീനിൽ കൈനിട്ട പോകാനായിട്ട് ഡബിങ്ങിൽ കൈനിട്ടേക്കുന്നു. ഇടിവെട്ടിയവരെ പിന്നെയും പാമ്പ് കടിച്ചോണ്ടിരിക്കുകയാണല്ലോ. ഇതിലങ്ങനത്തെ കുറേ പരിപാടികളുണ്ട്. ഒറ്റ സംഭവം ഞാൻ പറഞ്ഞു. ഒരു കാട്ടിൽ കൂടെ നടന്നു പോവാ, അഖിലെന്നാർഡിയും മറ്റു രണ്ടുപേരും കൂടെ നടന്നു പോകുന്ന സമയത്ത് ഒരുത്തൻ പറയും, മുള്ള് കാട്ടിൽ മുള്ളുണ്ടാവുമല്ലോ. അപ്പൊ പുറകിലേക്ക് വന്നവൻ, ഓ എനിക്കിപ്പോ മുള്ളുണ്ട. ഒരു സിഗരറ്റിന് 12 പഫ്സ് ഉണ്ടാവും. 12 പഫ്സ്. ഇതിനകത്തുള്ള ഒരു കോമഡി പറയാണ്, എനിക്ക് 6 പഫ്സ്, ബാക്കി 3 നിങ്ങൾ ഇതൊക്കെ ഒരു സിനിമക്കകത്താണ് കാണുന്ന. ടിക്കറ്റ് എടുത്ത് തിയേറ്ററിനകത്തിരുന്ന സിനിമ കാണുന്ന പ്രേക്ഷകർ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക. ഒരുത്തന്റെ ഈ അപരാധ കോമാളിത്തരം ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക. വാട്ട്സ് ദാറ്റ്? ഒരു കയ്യബദ്ധം, നാറ്റുകരുത്. ഇത് ആയിട്ടൊന്നുമല്ലല്ലോ മലയാളത്തില് ഈ റീൽസ് ചെയ്യുന്ന ആൾക്കാരും, അല്ലെങ്കിൽ ഇതുപോലത്തെ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റീസും ഇൻഫ്ലുവൻസേഴ്സും അഭിനയിക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാർ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്രയും വേസ്റ്റ് ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല. ആസഹനി, അൺബെയറബിൾ, കാൻ പുട്ട് അപ്പ് വിത്ത് അറ്റ് ഓൾ, അങ്ങനത്തെ ലെവലിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ശിശുപാലൻ ചേട്ടാ, എനിക്കൊരു സോഡ വാങ്ങിച്ചോണ്ടോ. ഇത്ര അമേച്ചറിഷ് ആയിട്ടുള്ള ആക്ടിങ്സ് കാരണം, അഭിനയങ്ങൾ കാരണം തന്നെ മടുത്തു പോയിട്ടുള്ള ഒരു സിനിമ, ഒരു അട്ടർ വേസ്റ്റ് അൺബെയറബിൾ സിനിമ. എനിക്കിത് എന്തിന്റെ കേടായിരുന്നു. റീൽസ് അല്ല പരിപാടി സിനിമ. അതിനുള്ള ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഈ സിനിമ. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി ഈ റോഡിൽ പോട്ടെ. ഒരു അവസരം.